സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിൽ. അതുകൊണ്ട് പുതിയ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ വന്ന് പെട്ടുപോയില്ല എന്ന് വിചാരിച്ചൊക്കെ ചെയ്തു. അത് വളരെ അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനതിന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്റർ കാര്യം കഴിഞ്ഞ് പിടിച്ചു. അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അതൊരു ഫാൻ ബോയ് മൂമെൻ്റ് ആണ് എൻ്റെ. പ്ലസ് പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് സാർ കമ്മ്യൂണിക്കേറ്റ് പറഞ്ഞത്. അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. സിനിമ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്. അതേ ഉള്ളൂ. നമ്മുടെ എല്ലാവരും ഡാൻസ് കളിക്കും. സിനിമയല്ല നിങ്ങൾ കണ്ട് കഴിഞ്ഞ ഒരു 10 സിനിമകളിൽ 6 ഉണ്ട്. ഈ സിനിമയിൽ മാത്രമല്ല 6 ഉണ്ട്. ഇത് എടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു. കഴിഞ്ഞ സിനിമകളിലൊക്കെ 6 ഉണ്ട്. 6 ഉണ്ടെന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമില്ല. ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലാകാലങ്ങളായിട്ടുള്ളൂ. നമ്മുടെ സിനിമകളിൽ ഈ ഡബ്ബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും ഡബ്ബിംഗ് 6 സൗണ്ട് ആയിരുന്നു. അത് മറ്റേ വിച്വൽ ക്യാമറയൊക്കെ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് വേറൊരു മെഷീനും കൂടി ഉണ്ടാകും. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയുന്നത്. അപ്പോൾ അത് പിന്നീടത് ഈ അതുപോലെ വലിയ കഥയാണ്. നിങ്ങൾക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. ഒപ്പം തന്നെ നമ്മൾ ഗൗതം സാറിൻ്റെ സിനിമയുടെ പ്രണയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം. അപ്പം ഇതിൽ നോക്കിയപ്പം ഗോകുലിൻ്റെ ക്യാരക്ടറിൽ പ്രണയം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. അപ്പം അടുത്തൊരു ലവ് സ്റ്റോറി മലയാളത്തിൽ ചെയ്യുമോ? ഹീറോയും പ്രേമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. കണ്ടിരുന്നു. അയാൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട്. മനസ്സിലായിട്ടില്ല. അത് പ്രണയമല്ലേ? മനസ്സിലായി. പക്ഷേ he was intrigued and distracted by Namita and Gokul ഒരു പട്ടീൻ്റെ മിസ്സിംഗ് കേസായിട്ട് പോയതാണ് സാർ അയച്ചു തന്നപ്പോൾ. But otherwise see every director has a journey, ഒരു vision, we may be right. ഞാൻ തനിയാവർദ്ധനം കണ്ടപ്പോൾ I wanted to work with sir. അത് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ആയിരുന്നു എൻ്റെ കരിയറിൽ. ഈ റൈറ്റിംഗ് സ്റ്റേജസും അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കഥ ദിസ് ആക്ടർ would beautifully bring it to screen and it will be an honor to work with him എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണി ആയിരുന്നു. ഒരു മൈൻഡിൽ ബട്ട് മലയാളം ഇറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ റീച്ച്. തമിഴ് സ്റ്റോറീസ്, തമിഴ് ആക്ടേഴ്സ്, അങ്ങനത്തെ ഒരു ഫ്ലോയിലായിരുന്നു. അപ്പോൾ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേട്ടയാട് വരാനും പിന്നെ പച്ചക്കിളി കുറിച്ചതും വാരണമാരും അച്ഛൻ മരിച്ചപ്പോൾ വാരണമാരത്തിൻ്റെ കഥ അങ്ങനെ ഒരു ജേർണിയായിരുന്നു. നോട്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു കം ബാക്ക്, ബട്ട് സംവെയർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ആൻഡ് എസ്പെഷ്യലി സാർ പറഞ്ഞ പോലെ ഡൊമിനിക് വാസ് ഡെഫിനറ്റ്ലി different from sir. Sir has done Turbo where he's done a lot more action and all that. Recently I'm saying Kannur Squad also, but Dominic is very different within that space. Dominic is a loser. Yeah, first sir he is a loser. He is a bum. His wife is divorced from him and ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്നത് ബ്ലാക്ക്മെയിലിംഗ് ചെയ്യുന്ന ഒരു കേസാണ്. So all that I liked as a character and he also grabbed that. He said this character is nice. He can be in any story. The next story, whether it's a film or not, could be Dominic and the pen. Dominic and the person missing from the ship. I'm just saying, Madhuri's son Vivek, who's gone missing 25 years ago. That could be the next story that he invested. I'm just saying. So I liked it as a character, and I thought that should be in the film. And our journey il ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു 45 days ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് വന്ന ഫീലിംഗ് any script that I have, I should bring it to him. Whether sir likes it or not, I should bring it to him. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് at least for 10 films more I want to work and learn being in the space of somebody like him. ഈ 10 സിനിമയുടെ കാര്യമാണ് കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞതാണ് സർ, അതുകൊണ്ടാണ് എക്സാജറേറ്റ് ചെയ്തത്. അതാണ് സത്യം. അത് മമ്മൂക്കായി ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. And Manju introduced me to Dr. Neeraj. അത് Manju ആക്ട് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നീരജ് ഒരു സ്റ്റോറി പറഞ്ഞു എൻ്റെ അടുത്ത്. That didn't take off immediately. But I kept in touch with Dr. Neeraj and I kept asking him what else do you have എന്ന് പറഞ്ഞപ്പോൾ ഈ ഡൊമിനിക് ആൻഡ് ഒരു പേഴ്സിൻ്റെ ഒരു മിസ്സിംഗ് പേഴ്സ് അതെടുത്തിട്ട് ഒരു സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ I grabbed it. അത് അങ്ങനെയാണ് അത്. Sir has already moved on to 3 other films
and still counting. So if we come up with a great story, we'll try and impress him with that. So, അങ്ങനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. സിനിമ കണ്ടു പേര് മാത്രമാണ് ഇത്രയും ആൾക്കാർ ചോദിക്കുന്നത്. ഒരു 10, 35, 40 പേര് സിനിമ കണ്ടു നിൽക്കുന്ന അങ്ങനെയാ. മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തവുമാണ്. അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്. മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെ അതെ പിന്നെ തീർച്ചയായിട്ടും അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാത്ത മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ഗൗതം സാറിനോട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂമെന്റ് എപ്പോഴായിരുന്നു? അല്ല അതല്ല, നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടിക്കേണ്ട കൂടി നമ്മൾ ഏതായാലും ഒരു വീട് തുറന്നിരിപ്പുണ്ടല്ലോ, നമുക്ക് തന്നെ ഉണ്ടാവും. അല്ലാതെ നമ്മൾ ആ സിനിമ പിടിച്ചെടുത്തൊന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട, നമുക്ക് തുടങ്ങാം. നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മളില്ലാത്ത പടങ്ങളും ഉള്ള പടങ്ങളും ചെറിയ റോഡിലേക്ക് പടങ്ങളൊക്കെ വരും, നമ്മളെ കൊണ്ടാവുന്നവർ വരും. സിനിമ ഇറങ്ങി ഇതിന് കുറെ റിവ്യൂസ് വന്നു. അപ്പോൾ റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ മമ്മൂക്കയും ഗോകുലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ സുരേഷേട്ടൻ്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പോൾ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ? കത്തല്ല അത് ഗോകുലിന് ആദ്യം നമ്മളിപ്പോൾ അവൻ്റെ ഫാദറിൻ്റെ കൊളീഗാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൻ്റെ റെസ്പെക്റ്റ് ഉണ്ടാവും എന്നോട്. അത് സിനിമയിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ സെറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് സാർ, കാണുമ്പോൾ എഴുന്നേക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒന്നും ചെയ്യില്ല, സാധാരണ നീ പെരുമാറുന്നവരോ പെരുമാറില്ല എന്നോട്. സിനിമയിൽ നമ്മൾ വന്ന് വലിയ ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ കാണും. അത് മാത്രമേ ഞാൻ അവിടെ പറഞ്ഞു. പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ, അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ശരിക്കും ഗൗതമിന് നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലുണ്ട്. അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായ ഗൗതം അല്ല ഗോകുൽ. ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ നമുക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫാസ്റ്റായിട്ട് ബൈക്കാറുണ്ട്. അത് മാത്രമേ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. മൊത്തം ബൈക്കാണ് മേടിച്ചു കൊടുത്തു. അല്ല ഞാൻ പ്രത്യേകിച്ച് അവരോട് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവരുടെ അഭിപ്രായങ്ങളില്ല, അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറച്ചുകൂടി ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുറച്ച് നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അവരെടുത്തിപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോക്കോൾഡ് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത് ഇയാൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റും ഗുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയരുത്. എല്ലാ കഥാപാത്രങ്ങളും ഗുസ്തിക്കാരല്ലല്ലോ. ഇതിനകത്ത് ഡൊമിനിക്ക് അങ്ങനെ ഒരു ഗുസ്തിക്കാരൊന്നുമല്ല. അയാളെ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിൽ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 10-100 പേരൊക്കെ ഇടിച്ചു വീഴ്ത്തുന്ന നായകന്മാരുണ്ടെന്നുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ടില്ലെന്നില്ല. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ പറഞ്ഞത്. സാറ് പറഞ്ഞ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം, കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാൻ. അത് വേണ്ടല്ലോ, നമ്മൾ സ്വാഗ് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അതൊരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ സിനിമ പ്രേക്ഷകരുടെ സിനിമാ ബോധങ്ങളുടെ വളർച്ചയാണ് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ളൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നു എന്നത് വലിയ കാര്യം.